അതിനിടയ്ക്ക് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഉണക്കമീൻ. അപ്പോൾ ഉണക്കമീൻ കൊണ്ട് എന്തുണ്ടാക്കാമെന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് ഉണക്കമീനും മാങ്ങയും തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. അതിന് വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം മതി. ആ വെള്ളത്തിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉണക്കമീൻ്റെ പീസസ് ഇടാം. കണ്ടല്ലോ, ഉണക്കമീൻ്റെ പീസസ് ഇതിലിട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. നമുക്ക് ഈ മുറിച്ച് വെച്ച കൂട്ടിലേക്ക് കുറച്ച് ഒരു തക്കാളി
കാണുമ്പോൾ വിചാരിക്കും ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞങ്ങളോടൊക്കെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ഞാൻ പണ്ടൊക്കെ ഇനി ബിരിയാണി കഴിക്കുക, ഇപ്പം ബിരിയാണിക്ക് വളരെ കുറവാണ്. ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഇതും നല്ല കുറുവരിൻ്റെ ചോറും നല്ല കോമ്പിനേഷനാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ അടുക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉണക്ക മീനിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് ഉണക്കുന്ന മീനാണ്. അതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇടുന്നത് നല്ലതാണ്. കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കണക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമീൻ കറി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു ചുള വെളുത്തുള്ളി. അല്ലാത്ത മീൻ കറി വയ്ക്കുമ്പോൾ ഞാൻ മുളക് ഇടുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ഇടലുള്ളൂ. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ അടുത്ത് നമ്മളെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഒന്നും കൂടെ വേവട്ടെ, ഒന്നും കൂടെ അടച്ച് വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗള കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ മതി, കൂടുതൽ വേണ്ട. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 2 ചുവന്നുള്ളി ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ, കരിവേപ്പിൻ്റെ ഇല, ഏതായാലും നമ്മൾ അയിലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തതാ നമ്മുടെ മീൻ പത്തിരി എന്തായി നോക്കാം. നമ്മുടെ മീൻ പത്തിരി വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതാ പ്രേക്ഷകർ കണ്ടല്ലോ, ഇത് നമുക്കൊന്ന് തണയണം, എന്നാലേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഇവിടെ കിടക്കട്ടെ. നമ്മളെ 2 ഡിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മളെ മീൻ പത്തിരി ആദ്യം എടുത്ത് വെക്കാം. ഇതാ നമ്മുടെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ പത്തിരി ഇതാ സെർവിങ് ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഉണക്കലയിലെ മാങ്ങ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ഡിഷ് കണ്ടല്ലോ. ഒന്ന് ഉണക്കമീനും മാങ്ങയും തേങ്ങ അരച്ച് വെച്ചതാണ്, നമ്മുടെ ചോറിനൊക്കെ കഴിക്കാം. രണ്ടാമത്തെ ഡിഷ് ഫിഷ് വെച്ചിട്ടായിരുന്നു. അത് ഞാൻ വെച്ചത് ഫിഷ് പത്തിരി. ആ ഫിഷ് പത്തിരി നമുക്ക് വൈകുന്നേരം നന്നായിട്ട് ചായക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും മാഡത്തിന് നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടു. ഇനി കഴിച്ചു നോക്കാം അല്ലേ? കുഴപ്പമില്ല, തെറ്റില്ല. അത് അതിൻ്റെ പത്തിരി ഞാൻ പ്ലെയിൻ അരിപ്പത്തിരി അല്ല, അതിൽ പെരിഞ്ചീരകവും തേങ്ങയും നമ്മുടെ പത്തൽ പോലെ മനസ്സിലായി. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു സാധനമാണ് മീൻ പത്തിരി. പക്ഷേ എക്സലൻ്റ് എന്നൊന്നും പറയാൻ ഭയങ്കരമുണ്ട്. കൊള്ളാം. ഒരു സാധാരണ ഒരു മീൻ പത്തിരിയുടെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി. നല്ല കറി. മാങ്ങയാണോ യൂസ് ചെയ്തിരിക്കുന്നത്? മാങ്ങ, ഒരു തക്കാളി, പുളിയില്ല, നന്നായിട്ടുണ്ട്. മാങ്ങയുടെ ഇതും ആ പുളിയൊക്കെ ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കറിയായത്. നല്ല ഇത് മാത്രം മതി ചോറ് മതിയാ. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഉണക്കൽ പൊരിക്കുകയും ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. നൈസ്.